മന്ത്രി എം പി രാജേഷ് പാലക്കാട്ട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. സരിൻ വേവ് പാലക്കാടിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് കോൺഗ്രസിനെതിരായ UDF-നെതിരായ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള നിശബ്ദമായൊരു തരംഗമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ തലയിലേറ്റി നടക്കുന്ന കോൺഗ്രസിനെ UDF-നെ പാഠം പഠിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഒരു നിശബ്ദമായ തരംഗം അലയടിക്കുകയാണ്. ഈ രണ്ട് തരംഗവും ചേരുമ്പോൾ UDF-നെ കടപുഴക്കി കടലിലെറിയും പാലക്കാട്ടെ വോട്ടർമാർ. LDF-ന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് തടയാനുള്ള പാഴ്ശ്രമങ്ങളിലാണ് ഇപ്പോൾ UDF-ന്റെ ഉപജാപ കേന്ദ്രങ്ങളും നുണ ഫാക്ടറികളും ഏർപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ കരുതിയിരിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാം വ്യാജമാണല്ലോ. വ്യാജ കാർഡ്, വ്യാജ വോട്ട്, വ്യാജമായിട്ട് കൊണ്ടുവന്ന പണം, വ്യാജ മദ്യം, വ്യാജ ന്യൂനപക്ഷ സ്നേഹം. ഇപ്പോൾ KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് ബാബറി മസ്ജിദ് തകർത്തത് ഏതോ ജാംബവാന്റെ കാലത്തെ കാര്യമാണ് എന്നാണ്. ഇതാണ് ഇവരുടെ ന്യൂനപക്ഷ പ്രശ്നങ്ങളോടുള്ള സമീപനം, മതനിരപേക്ഷതയോടുള്ള സമീപനം എന്നോർക്കണം. ഇന്ത്യയിലെ കോടിക്കണക്കിന് മതനിരപേക്ഷവാദികളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ചോര വറ്റാത്ത മുറിവാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ച. ആ